ചിലപ്പോൾ നിങ്ങളൊക്കെ പ്രഭാഷണത്തിൽ കേട്ട് കാണും, മലബാറിൽ 18 വയസ്സ് തികയാൻ 2 ആഴ്ചയുള്ളൊരു പെൺകുട്ടിയുടെ കോവിഡ് കാലത്തിന് ശേഷം എന്തൊക്കെയോ മാറ്റങ്ങൾ, ആർക്കും വഴിപ്പെടാത്ത, ആരെയും വിലവെക്കാത്ത, മാതാപിതാക്കൾ എന്താണെന്നറിയാത്ത ഒരവസ്ഥയിൽ കുട്ടികൾ വളരുന്ന ചുറ്റുപാടില് 2 ആഴ്ചയേ ഉള്ളൂ 18 വയസ്സ് തികയാൻ. ബാപ്പയുടെ ഉമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഒരു പെൺകുട്ടി പറഞ്ഞു, എന്നെ ഇന്നാരിന്റെ വ്യക്തിക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം. മോളെ, 2 ആഴ്ച കൂടെ കഴിഞ്ഞിട്ട് പറ്റില്ല, വൈകിയാൽ ഞാൻ ചാടിപ്പോകും, വൈകിച്ചാൽ ഞാൻ ചാടിപ്പോകും. ആരുടെ മനസ്സും പതറൂലേ? മാതാപിതാക്കളുടെ അസാധുക്കൾ കല്യാണം കഴിച്ചു കൊടുത്തു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് പെൺകുട്ടി പറഞ്ഞു, എനിക്കവനെ വേണ്ട. ആലോചിച്ചു നോക്കൂ പിതാക്കളെ, ഏതൊരു വാപ്പയുടെ മനസ്സാണ് പതറാതിരിക്കുക? മോളെ, എന്ത് കടുപ്പമാണ് നീ പറയുന്നത്. വാപ്പയൊന്ന് ദേഷ്യം പിടിച്ചത് കാരണം ഈമാനുള്ള യുവാക്കളെ ആ പെൺകുട്ടി മാതാപിതാക്കൾക്കെതിരെ കേസ് കൊടുത്തു. 18 വയസ്സ് തികയുന്നതിന് മുമ്പ് എന്നെ ഇവർ 2 പേരും നിർബന്ധിച്ച് കല്യാണം കുടിച്ചു കൊണ്ടു. മുസൽമാൻ 20 കൊല്ലത്തെ തടവിലാണെന്ന പാവങ്ങൾ. ആ പാവങ്ങളുടെ കണ്ണീർ ആരോട് പറയും? മാത്രമല്ല, കോടതി വളപ്പിൽ വെച്ചുകൊണ്ട് മകളുടെ മുഖത്ത് നോക്കി, മോളെ, നിന്റെ ഉമ്മയാണ് ഈ നിൽക്കുന്നത്, നിന്റെ കാമുകനാണ് ഇപ്പുറത്തു നിൽക്കുന്നത്, നീ ഉമ്മയുടെ കൂടെ പോകുന്നുവോ? ഉമ്മ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട്. ഉടനെ തന്നെ ആ പെൺകുട്ടി പറഞ്ഞ മറുപടി, ഞാൻ എന്റെ കാമുകന്റെ കൂടെയാ പോകുന്നത്. ഇസ്ലാമിക ലോകത്ത് ഈമാനിന്റെ പ്രബലപിച്ച ഉമ്മത്തിലെ മക്കളുടെ വാക്കുകളാ, ഞാൻ എന്റെ കാമുകന്റെ കൂടെയാ പോകുന്നത്. ഉടനെ തന്നെ 10 മാസം നൊന്ത് പ്രസവിച്ച ഉമ്മ മോളെ എന്ന് വിളിക്കലും മകളുടെ കാൽക്കലങ്ങ് വീണു. കാരവന്മാരെ 2 കാലും കൂട്ടിപ്പിടിച്ച് നിലവിളിക്കുമ്പോ, കണ്ണീരൊടുക്കുമ്പോൾ ആ പെൺകുട്ടി ഉമ്മയുടെ മാറിടത്തിലേക്ക് ചവിട്ടുന്ന കാഴ്ച, പൊന്നുമ്മയുടെ നെഞ്ചത്തേക്ക് ചവിട്ടുന്ന രംഗം വിട്ടില്ല. ഉമ്മയുടെ തലയിലേക്കും ചവിട്ടിയപ്പോ വേദന കൊണ്ട് പുളകി മറയുന്ന ആ ഉമ്മയുടെ ചില വാക്കുകളുണ്ട്. മോളെ, ഉമ്മാനെ ചവിട്ടി തെറുപ്പിച്ച് 1 സെക്കൻഡ് കൂടെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടി. എന്റെ ശബ്ദം കേൾക്കുന്ന മക്കളോട്, എന്റെ ശബ്ദം കേൾക്കുന്ന പെൺകുട്ടികളോട് ഞാൻ ചോദിക്കുന്നു, മോളെ, അനുഭവിച്ചിട്ടേ നീ മരിക്കൂ. ഉമ്മ ഉപ്പ പാവങ്ങളാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയുന്നു, മോളെ, 5 മിനിറ്റ് സുഖത്തിന് വേണ്ടി ഏതെങ്കിലും 1 സെക്കൻഡ് കൂടെ ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് നിന്റെ വാപ്പയുടെ അഭിമാനം കളഞ്ഞ് ഏതെങ്കിലും 1 സെക്കൻഡ് കൂടെ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ അവന്റേത് കഴിഞ്ഞാൽ അവന് നിന്നെ പോലത്തെ പല പെൺകുട്ടികളും ഉണ്ടാകും. അവൻ നിന്നെ വലിച്ചെറിയും, ചവറ്റുകൊട്ടയിലേക്ക് എറിയും. ആർക്കും വേണ്ടാത്തവളായി എന്റെ പെൺകുട്ടികളെ ചവറ്റുകൊട്ടയിൽ വലിച്ചെറിയപ്പെടുന്ന സമയം ഒരു മൂലയിൽ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരാരും തിരിഞ്ഞു നോക്കാൻ വരില്ല. കാരണം നാട്ടിന് ശാപമാണ് നീ. പക്ഷേ ആകാശത്തിന്റെ ചുവട്ടിൽ അല്ലാഹു തആല പടച്ച പടപ്പുകളിൽ ഒരു സൃഷ്ടി നിന്റെ അരികിലേക്ക് വരും, നിന്റെ മുഖത്ത് നോക്കും, മോളെ എന്ന് വിളിക്കും, നിന്നെ അണച്ചുകൂട്ടും, വീട്ടിൽ കൊണ്ടുപോയി വയറ് നിറയെ ഭക്ഷിപ്പിക്കും. നീ ഭക്ഷണം കഴിക്കുമ്പോൾ നിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് കരയും. ആരാണെന്നറിയോ? നീ കാമുകന്റെ കൂടെ പോകുന്നുവോ ഉമ്മയുടെ കൂടെ പോകുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കാമുകന്റെ കൂടെയാ പോകുന്നതെന്ന് പറഞ്ഞപ്പോ മോളെ എന്ന് വിളിച്ച് നിന്റെ കാൽക്കലേക്ക് വീണ മോളെ, നിന്റെ പൊന്നു ഉമ്മ, ആര് നിന്നെ വലിച്ചെറിഞ്ഞാലും, ആര് നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞാലും ഉമ്മാക്ക് നിന്നെ മറക്കാൻ കഴിയില്ല. പാവമാണ്. കാരണം മോളെ, നിന്റെ ശരീരത്തിലുള്ള മാറിടത്തിലുള്ള എല്ലുകൾ മൂർച്ചയുള്ള കത്തി കൊണ്ടുവന്ന് ജീവനുണ്ടായിരിക്കെ, ഞാൻ ഉസ്താദിനെത്തി പറയട്ടെ, ജീവനുണ്ടായിരിക്കെ എന്റെ മോളെ നിന്റെ മാറിടത്തിലുള്ള എല്ലുകൾ മുറിച്ചു മാറ്റുന്നുവെങ്കിൽ നിന്റെ വേദന എത്രയാ? അതിനേക്കാളും വലിയ വേദന സഹിച്ചുകൊണ്ടാണ് മോളെ നമ്മുടെ ഉമ്മ നമ്മ പ്രസവിച്ചിട്ടുള്ളത്. പാവമാണ് നമ്മുടെ ഉമ്മ.
നമ്മുടെ ഉപ്പ അതിലേറെ പാവമാണ്. ഞാൻ ഒന്നും കൂടെ എന്റെ ശബ്ദം കേൾക്കുന്ന പെൺമക്കളുണ്ട് എങ്കിൽ ഞാൻ അവരോട് ചോദിക്കുന്നു, മോളെ, ഒരു ബ്ലേഡ് എടുത്തുകൊണ്ട് ശരീരത്തിലുള്ള നരമ്പുകൾ, തൊലികൾ മുറിച്ചു മാറ്റി 20ഓ 25ഓ നരമ്പുകൾ ഊരിയെടുക്കുന്നുവെങ്കിൽ, ജീവനോടെ ഊരിയെടുക്കുന്നുവെങ്കിൽ അതിന്റെ വേദന എത്രയായിരിക്കും? അതിനേക്കാളും വലിയ വേദന സഹിച്ചുകൊണ്ടാണ് നമ്മുടെ ഉമ്മ നമ്മ പ്രസവിച്ചിട്ടുള്ളത് ഓർക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ്, അഭിവന്ദരായ KSK തങ്ങൾ ഉപ്പാപ്പ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എല്ലാരും അപ്പോ നല്ല ഭക്ഷണം. ഞാൻ പറയുന്നത്, ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന KSK തങ്ങൾ ഉപ്പാപ്പ, ഞാൻ ചെറുപ്പം മുതൽ അങ്ങനെ അവിടുത്തെ ഉപ്പ, അവിടുത്തെ അമ്മോഷൻ എല്ലാവരും എൻ്റെ ദർസിന്റെ ഒക്കെ ഒരു മൽജ, ഒരു വല്ലാത്ത മുവഫക്കാണ് KSK തങ്ങൾ ഉപ്പാപ്പ. അപ്പോ ഒരു സ്വന്തം ജ്യേഷ്ഠാനുജന്മാർ സംസാരിക്കും പോലെയാണ് ഞങ്ങൾ സംസാരിക്കാറ്. ആ സന്തോഷമാണ് ഇപ്പോഴും കാണിച്ചത്. ഏതായിരുന്നാലും ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു വരുന്നത്, എന്റെ ശബ്ദം കേൾക്കുന്ന മക്കളെ, ആ ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടി നമ്മുടെ സാധുവായ ഉപ്പ, ഉമ്മയെക്കാളും നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന നമ്മുടെ വാപ്പയാണ്. എന്റെ ചെറുപ്പക്കാരായ കുട്ടികളോട് പറയുന്നു, ഉപ്പ പാവമാണ്, നമ്മുടെ ഉപ്പ സാധുവാണ്. നമുക്ക് വേണ്ടി ചെറുപ്രായം തൊട്ട് ആ വാപ്പയുടെ ഒരു ചാൺ വേറിന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി അതിനു വേണ്ടിയല്ല കഷ്ടപ്പെടുന്നത്, നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എന്റെ പെൺകുട്ടികളോട് പറയുന്നു, മോളെ, നിനക്കൊരു ചെറിയ മോതിരം വേണം നിന്നെ പ്രസവിച്ചപ്പോഴേക്കും, നിനക്കൊരു വള വേണം, നിനക്കൊരു മാല വേണം. നിന്റെ ഉമ്മയല്ല മോളെ അതൊക്കെ വാങ്ങുന്നത്, അത് നിന്റെ ഉപ്പയാണ്. എന്റെ അനുജനോട് ചോദിക്കട്ടെ, മോനെ, നിനക്കൊരു ജോലി വേണം, ഗൾഫിലേക്ക് പോകണം, ഒരു വിസ വേണം, ഉമ്മയല്ല അധ്വാനിക്കുന്നത്, ഉപ്പയാണ്. സാധുവാണ് ഉപ്പ. പക്ഷേ സാധുക്കളായ പിതാക്കൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ ഉപ്പ പാവമാണ് ഉമ്മയെക്കാളും. ആ മാതാപിതാക്കളെ സമൂഹത്തിൽ വഷളാക്കിക്കൊണ്ട് 5 മിനിറ്റ് സുഖത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ചെക്കന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ അനുഭവിച്ചിട്ടേ എന്ന് മരിക്കും. മോളെ, വാപ്പാനെ വേദനിപ്പിക്കരുത്, ഉപ്പയെ മാനം കെടുത്തരുത്, സമൂഹത്തിൽ വഷളാക്കരുത്. പച്ച പാവങ്ങളാണ്. മാമിൻ വലദിൽ യൻദുറു ഇലാ വാലിദൈഹി നദറ റഹ്മാ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൻ ഹജ്ജത്തൽ മബ്റൂറാ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, അഭിവന്ദരായ ഉസ്താദുമാരെ ഇരുത്തി ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു കുട്ടി യൻദുറു ഇലാ വാലിദൈഹി, ഈ പ്രസംഗിക്കുന്ന വിനീതൻ എന്റെ ഉമ്മയുടെ വാപ്പയുടെ മുഖത്ത് നോക്കി സന്തോഷിപ്പിച്ചുകൊണ്ട് നദറ റഹ്മാ, കാരുണ്യത്തിന്റെ ഒരു നോട്ടം നോക്കി സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ, ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൻ ഹജ്ജത്തൻ മബ്റൂറാ. എന്റെ കുട്ടികൾ, അനുജന്മാരെ, മാതാപിതാക്കളെ ഒരു സെക്കൻഡ് സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ, വിശുദ്ധമായ പാൽക്കടൽ പോലെ വിശാലമായി കിടക്കുന്ന അറഫാ മണ്ണിൽ പോയി ഒരു ഹജ്ജ് ചെയ്യുന്ന എന്നല്ല പറഞ്ഞത്, മബ്റൂറായ ഹജ്ജ്. ചോദിച്ചു നോക്കൂ നിങ്ങൾ ഉസ്താദുമാരോട്, മബ്റൂറായ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം. സുബ്ഹാനല്ലാഹ്. ആരാണ് കുട്ടികളെ നമ്മുടെ ഉമ്മ, ആരാണ് നമ്മുടെ ഉപ്പ? പുതിയ തലമുറകൾക്ക് അറിയാതെ പോകുന്നുണ്ട് മാതാപിതാക്കളെ, അറിയാതെ പോകുന്നുണ്ട്. പാവങ്ങളാണ്. കോടിക്കണക്കിന് ഡോളർ കൊടുത്താലും കിട്ടാത്ത 2 മുത്തുകളെ അല്ലാഹു തആല ലോകത്ത് പടച്ചിട്ടുള്ളൂ. ഒന്ന് നമ്മുടെ ഉമ്മയാണ്, മറ്റൊന്ന് ഉപ്പയുമാണ്. ആ സാധുക്കളുടെ നെഞ്ചത്ത് ചവിട്ടും പദത്തിൽ ഏതെങ്കിലും ഒരു ചെക്കന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ, എന്റെ അനുജ, ഏതെങ്കിലും ഒരു വേശ്യപ്പെണ്ണുമായി വീട്ടിലേക്ക് വാപ്പയുടെ നെഞ്ചത്തേക്ക് ചവിട്ടും വിധത്തിൽ കൊണ്ടുവന്നാൽ നല്ല നിലക്ക് മരിക്കോ അനുഭവിക്കേണ്ടി വരും. ഞാനിവിടെ സാധ്യത്തിൽ ചെന്ന് ചോദിച്ചു പോയതാണ്, എവിടെയാ സമാധാനമുള്ളത്? അത് മുസ്ലിയാരാവട്ടെ, ഹാജിയാവട്ടെ, നമ്മുടെ മോളോ നമ്മുടെ മോനോ ഈ സംസാരത്തിലേക്ക് ഏർപ്പെടുമ്പോഴാണ് എന്തിനാണ് മഹത്തായ സ്ഥാപനം, എന്തുകൊണ്ടാണ് ഈ മക്കളെ വളർത്തുന്നത് എന്ന് നമ്മൾ അറിയാതെ
ചിന്തിച്ചു പോകും. നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൻ വഅജല്ലുഹുന്ന നജാബത്തുൽ ഔലാദി. അല്ലാഹു തആല അല്ലാഹു തആല നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറ, ധാരാളം അനുഗ്രഹങ്ങൾ മുഅ്മിനീങ്ങൾക്ക് കൊടുക്കും. വഅജല്ലുഹുന്ന നജാബത്തുൽ ഔലാദ്, അതിലേറ്റവും ബറക്കത്തുള്ളത്, അനുഗ്രഹമുള്ളത് നമ്മുടെ കുട്ടികൾ നമ്മുടേതായി മരിക്കലാണ്. നമ്മുടെ മക്കളെ കൊണ്ട് ഖുർറത്തുൽ ഐൻ, കൺകുളിർമയുണ്ടാവലാണ്. എവിടെയാണെങ്കിലും കൊല്ലം ജില്ലയിൽ എത്തിയിട്ടുണ്ടോ എനിക്കറിയില്ല, ഒരു കല്യാണ ദിവസം കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങൾ, സുബ്ഹാനല്ലാഹ്, പുതിയാപ്പിട തലയിലേക്ക് മൂത്രമടിക്കുന്ന കൂട്ടുകാർ, മാത്രമല്ല പുതിയാപ്പിട വീട്ടിലെ അറകൾ, ലക്ഷങ്ങൾ മുടക്കിയുള്ള അറകൾ തച്ചുപൊളിക്കുന്ന കൂട്ടുകാർ. മാ ഖലഖല്ലാഹു ഖൽഖൻ അദറ മിന സ്വാഹിബിസ് സൂ, ചീത്ത കൂട്ടുകാരനേക്കാൾ ബടക്ക് പിടിച്ചൊരു ജീവിയെ അല്ലാഹു തആല പടച്ചിട്ടില്ലെന്ന് പണ്ഡിത ലോകം വിവരിക്കുന്നുവെങ്കിൽ എവിടെയാണ് എന്റെ കാരവന്മാരെ? ഞാൻ ഈ പ്രസംഗം കൂടുതൽ പറയാൻ പറ്റില്ല. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലടേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ഒരിക്കൽ പറഞ്ഞു, സ്വഹാബികളെ, 2 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കൾ, ആ അമ്പിയാക്കൾക്കൊക്കെയും അല്ലാഹു ചില പ്രത്യേക ദുആകൾ കൊടുത്തിട്ടുണ്ട്. ഓരോ മഹാന്മാരും ആ പ്രത്യേക ദുആകളൊക്കെ നിർണായക ഘട്ടത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അമ്പിയാക്കളിൽ നിന്ന് കടഞ്ഞെടുത്ത 300-ൽ പരം വരുന്ന, അതിൽ നിന്നും തെരഞ്ഞെടുത്ത 25, അതിൽ നിന്ന് ഒന്നും കൂടെ കടഞ്ഞെടുത്ത 5 പേരിൽ പ്രധാനിയല്ലയോ മൂസാ നബി അലൈഹിസ്സലാം? ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വ്യഭിചാരാരോപണം നടത്തിയപ്പോൾ ഉമറേ, വേദനയോടുകൂടെ അല്ലാഹു കൊടുത്ത ദുആ ചെലവഴിച്ചു പോയി. മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർണായക ഘട്ടത്തിൽ ദുആ ചെലവഴിച്ചിട്ടുണ്ട്. എനിക്ക് അല്ലാഹു തആല നൽകിയ ദുആ, എന്റെ കഴുത്തിലേക്ക് കുടൽമാലകൾ വലിച്ചെറിഞ്ഞ ഘട്ടം, എന്റെ കാലുപെട്ടി നെരിയാണി വെട്ടി രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, മാത്രമല്ല എന്റെ പൊന്നുമകൾ എന്റെ കഴുത്തിലേക്ക് പലതും വലിച്ചെറിഞ്ഞപ്പോൾ എന്റെ പൊന്നുമകൾ ബീവി ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും നേതാവ് എന്റെ കരളായ ഫാത്തിമയാണ്. ആ ഫാത്തിമ ഓടി വന്നുകൊണ്ട് വാപ്പയുടെ അവസ്ഥ കണ്ടു. വാ അബത്താ, ഉപ്പയുടെ അവസ്ഥ കണ്ടപ്പോൾ ഉപ്പ എന്ന് വിളിച്ച് അവിടുന്ന് കണ്ണീരൊടുക്കിയപ്പോ റസൂലുള്ളാഹി പറയുക, സ്വഹാബത്തെ, എന്റെ മോൾ കരഞ്ഞ സമയത്തും എനിക്ക് അല്ലാഹു തആല നൽകിയ ദുആ ഞാൻ ചെലവഴിച്ചിട്ടില്ല. എന്റെ പൊന്നുമകൾ ഖദീജ ഉമ്മ പലപ്പോഴും പറയും, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ചെന്നാൽ റസൂലുള്ളാഹി വല്ല ചിന്തയിലോ വേറെ വല്ല വിഷയത്തിലോ ആണ് എങ്കിൽ ഞാൻ മെല്ലെ ചെവിട്ടിൽ ചെന്ന് പറയും, നബിയേ, ഫാത്തിമയുടെ ഉമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫാത്തിമയുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കും. നബിത്തങ്ങൾക്ക് ഫാത്തിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആ ഫാത്തിമയുടെ കുഞ്ഞിക്കൈകളെ കൊണ്ടാണ് റസൂലുള്ളാഹിന്റെ കടുത്തിലേക്ക് വലിച്ചെറിഞ്ഞ പലതും എടുത്തു മാറ്റുന്നത്. ഉഹദിലേക്ക്, ത്വായിഫിലേക്ക് പോകുമ്പോൾ അവിടുന്ന് എത്രയാ വിഷമിച്ചു പോയത്. മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ എന്ന മഹദിയെ വ്യഭിചാരാരോപണം നടത്തിയ സമയത്തും എനിക്ക് അല്ലാഹു തആല നൽകിയ ദുആ ഞാൻ ചെലവഴിച്ചിട്ടില്ല. ഫഖദ് ഇഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലിഉമ്മതി, ഫഖദ് ഇഖ്തബഅതു ദഅവതി, അല്ലാഹു തആല എനിക്ക് നൽകിയ ദുആ എന്റെ പാവപ്പെട്ട ഉമ്മത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഘട്ടത്തിലൊന്നും എനിക്ക് അല്ലാഹു നൽകിയ ദുആ ഞാൻ ചെലവഴിച്ചില്ലെങ്കിൽ എന്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ ആ ദുആ എടുത്തു വെച്ചിട്ടുണ്ട്. മതാ അൽഖാ ഇഖ്വാരി, ഞാൻ എന്റെ മക്കളെ ഒന്ന് കണ്ടുമുട്ടും. അലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, ഞങ്ങളൊക്കെ അവിടുത്തെ മക്കളല്ലയോ നബിയേ? ലാ,
ബൽ അൻതും അസ്ഹാബി, നിങ്ങളൊക്കെ എന്റെ സ്വഹാബികളാണ്. വ ഇഖ്വാനി വ ഫീ റിവായത്തിൽ വ ഔലാദി, ആരാണ് എന്റെ കുട്ടികളെന്നറിയുമോ? അല്ലദീന ആമനു ബി വലം യറൗനി, എന്നെ കാണാത്ത, എന്റെ കൂടെ നിസ്കരിക്കാത്ത, മദീന പള്ളിയിൽ എന്റെ കൂടെ ഇരുന്ന് വഅദ് കേൾക്കാൻ അവസരം കിട്ടാത്ത ഒരുപാട് മക്കൾ ഉമറേ, എന്റെ സിദ്ദീഖേ, എന്റെ വഫാത്തിന് ശേഷം വരും. അവർ സാധുക്കളാണ്, അവർ പാവങ്ങളാണ്. എന്നെ വെറുത്തിട്ട മക്കൾ വല്ലതും ചെയ്യോ? ഉണ്ടോ പിതാക്കളെ? കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജ സഹോദരങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, പ്രായപൂർത്തിയെത്തിയിട്ട് ഇന്ന് വരെ റസൂലുള്ളാഹിനെ വെറുത്തിട്ട്, ഖാലിഖായ റബ്ബിനെ വെറുത്തിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇല്ല. ശൈത്താൻ പഠിപ്പിച്ച പലതും ചെയ്തു പോകുന്നവരാണ്. അല്ലാഹ്, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ. ഒരിക്കലുമില്ല സഹോദരങ്ങളെ, ചെറുപ്പക്കാരായ കുട്ടികളെ കളിയാക്കരുത്. കാരവന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചെറുപ്പക്കാരായ മക്കൾ പഴയ കാലത്ത് 25 കൊല്ലം മുമ്പ് അഭിവന്ദരായ ഉസ്താദ് ശൈഖുനയുടെ അരികിൽ പഠിക്കുന്ന കാലത്ത് കൊല്ലം ജില്ലയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന, അല്ലെങ്കിൽ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഏത് ബസ്സിലാണ് ടെലിവിഷൻ ഉണ്ടായിരുന്നത്? ഉസ്താദ് എന്ന് പറയട്ടെ, ഏത് ബസ്സിലാണ് ടെലിവിഷൻ ഉണ്ടായിരുന്നത്? എന്റെ കാരവന്മാരെ, നമ്മുടെ മക്കൾ പാവങ്ങളാണ്, ചെറുപ്പക്കാരായ കുട്ടികളൊക്കെ സാധുക്കളാണ്. അവർക്ക് എത്ര മണിക്കൂർ ചെവിടുപൊത്തിരിക്കാൻ കഴിയും? എത്ര മണിക്കൂർ കണ്ണടച്ചിരിക്കും? സാധുക്കളാണ്. റസൂലുള്ളാഹിനോട് ഒരൊറ്റ കുട്ടിക്ക് വെറുപ്പില്ല. ഉണ്ട് എങ്കിൽ ഈമാനിന്റെ വെളിച്ചത്തോടുകൂടെ കൊല്ലം ജില്ലയിൽ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്ത്യ രാജ്യമാണ്, ഏതു കോലത്തിലും ജീവിക്കാം. പക്ഷേ അഷ്റഫുൽ ഖൽഖ് തങ്ങളോട് വെറുപ്പില്ല, പവിത്രമായ ദീനിനോടും വെറുപ്പില്ല. ശൈത്താൻ പഠിപ്പിച്ചുകൊണ്ട് അത് മഹാന്മാർ പരിശുദ്ധ ഖുർആൻ മുഴുവൻ ജുസുക്കൾക്കും വ്യാഖ്യാനം എഴുതിപ്പോയ മഹാന്മാർ, ഇമാം ഖുർത്തുബിയെ പോലെയുള്ള മഹത്തുക്കൾ ലോകത്തോട് വിട പറയാൻ എടുക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമ ചൊല്ലിക്കൊടുക്കുന്ന സമയം ലാ അഖൂലു ദാലിക, ഉസ്താദ് പറഞ്ഞു, മഹാനവറുകൾ പറഞ്ഞു, ലാ അഖൂലു ദാലിക. ശിഷ്യഗണങ്ങളൊക്കെ കണ്ണീരൊടുക്കുകയാണ്. എന്തിനാണ് എന്റെ കുട്ടികളെ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അവിടുന്ന് പറഞ്ഞു, ഉസ്താദേ, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിത്തന്ന സമയം അത് അവിടുന്ന് പറയൂല എന്ന് കേട്ടപ്പോൾ കരഞ്ഞതാണ്. എന്റെ മക്കളെ, നിങ്ങൾ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അത് പറയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ആ സമയത്തിൽ ലഅനത്താക്കപ്പെട്ട പഹയൽ എന്റെ അരികിൽ വന്നുകൊണ്ട് ഖുൽ അന റബ്ബുക, ഞാൻ നിന്റെ റബ്ബാണെന്ന് പറയണം. ഇത് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ലാ അഖൂലു ദാലിക, ലാ അഖൂലു ദാലിക, ഞാനത് പറയൂല. എന്നിട്ട് മഹാനവറുകൾ പറയുന്നത്, റൂഹ് തൊണ്ടക്കുയിലെത്തുന്ന സമയത്ത് പോലും ശൈത്താൻ പഠിപ്പിക്കാൻ വേണ്ടി വരും. എന്റെ കുട്ടികൾ ശ്രദ്ധിക്കണം, എന്റെ മക്കൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് ശിഷ്യഗണങ്ങളോട് പറയുന്നുവെങ്കിൽ, ഓ മുസൽമാൻ, മദീന പൂന്തോപ്പിൽ കടന്നുകൊണ്ട് ഈ മജ്ലിസ് വീക്ഷിക്കുന്ന റസൂലുള്ളാഹ്, ഈ മഹത്തായ ഇൽമിന്റെ സമുച്ചയം കാണുന്ന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി തങ്ങളെ വെറുത്തിട്ട് കാരവന്മാരെ ഇന്ന് വരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി കിടക്കുമ്പോൾ നെഞ്ചത്ത് കൈവച്ചിട്ട്, പടച്ചവനെ, എന്റെ മുത്തുനബിയെ വെറുത്തിട്ട് ഞാൻ എന്താണ് ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളത്? ഇല്ല, ഇല്ല, ഇല്ല. പിതാക്കൾ, യുവാക്കളെ, ഒരിക്കലും ഒരു കുട്ടിക്കും റസൂലുള്ളാഹിനോട് വെറുപ്പില്ല. പക്ഷേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മതാ അൽഖാ ഇഖ്വാനി, ഞാൻ എന്റെ മക്കളെ എന്ന് കണ്ടുമുട്ടും, ഇത് പറഞ്ഞുകൊണ്ട് കണ്ണീരൊടുക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലുപെട്ടി, നെരിയാണി പെട്ടി രക്തം ഒടുകുമ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, അങ്ങയുടെ കാലിലേക്ക് കല്ലെടുത്തെറിഞ്ഞവനെ ഒന്ന് കേടായി ദുആ ചെയ്തുകൂടെ? റഹ്മത്തുൽ ലിൽ ആലം റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബികളെ, എന്റെ കാലിലേക്ക് കല്ലെടുത്തെറിഞ്ഞ, എന്റെ കഴുത്തിലേക്ക് കുടൽമാലകൾ വലിച്ചെറിഞ്ഞ ആ മനുഷ്യന് അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടാൽ എന്റെ സന്തോഷം എത്രയാണ് ഉമറേ,
എന്നെ കല്ലെടുത്തെറിഞ്ഞ എന്റെ വായിൽ നിന്ന് പല്ല് തെറിപ്പിച്ച ആ മനുഷ്യനെങ്ങാനും അല്ലാഹു ഈമാനിന്റെ വെളിച്ചം കൊടുത്ത് എന്റെ കൂടെ സ്വർഗത്തിലേക്ക് അങ്ങനെ വരുന്നത് കണ്ടാൽ എന്റെ സന്തോഷം എത്രയാണെന്ന് പറഞ്ഞ് കണ്ണീരൊടുക്കിയ റസൂലുള്ളാഹ്. ഓ കൊല്ലം ജില്ലയിലെ പ്രിയപ്പെട്ട കാരവന്മാരെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വന്നു പോകരുത്. റസൂലുള്ളാഹിന്റെ ഖൽബ് വേദനിക്കുന്ന, അതൊരു കല്യാണ ദിവസമാണെങ്കിലും അതല്ലെങ്കിൽ വേറെ ഘട്ടത്തിലാണെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്ന മക്കളെ, എന്റെ ശബ്ദം കേൾക്കുന്ന പെൺമക്കളോട് പറയട്ടെ മോളെ, എന്റെ മോളോട് പറയുന്നത് പോലെ ഈ നാട്ടിലെ മക്കളോട് പറയട്ടെ മോളെ, റസൂലുള്ളാഹിനെ വേദനിപ്പിക്കരുത്. ഏതെങ്കിലും ഒരു ചെക്കന്റെ കൂടെ 5 മിനിറ്റ് സുഖത്തിന് വേണ്ടി ഇറങ്ങി പോകുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ വേദന എത്രയാണ്, അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ വേദന എത്രയാണ്. നഊദു ബില്ലാഹ്. ഭർത്താക്കന്മാരെ വഞ്ചിച്ചുകൊണ്ട്, ഭർത്താക്കന്മാരെ ചതിച്ചുകൊണ്ട് പാതിരാ സമയത്ത് പോലും ഏതോ ചെക്കന്മാരോട് കുശലം പറയുന്ന, വീട്ടിന്റെ ഉള്ളറയിൽ ഇടം കൊടുക്കുന്ന പെൺകുട്ടികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. നഊദു ബില്ലാഹ്. മോളെ, പെങ്ങളെ, അരുത് അരുത് അരുത്. പുരുഷന്മാരോട് പറയട്ടെ, ഭാര്യ നമ്മുടെ മക്കളുടെ ഉമ്മയാണ്, നമ്മുടെ മക്കളുടെ ഉമ്മയാണ്. ഭാര്യമാരെ ചതിക്കരുത്, ഭാര്യമാരെ വഞ്ചിക്കരുത്. ഭാര്യമാരെ ഒരിക്കലും, സ്വന്തം ഭാര്യയെ ചതിച്ചിട്ട് പാതിരാ സമയത്ത് പോലും മറ്റു പെൺകുട്ടികളോട് കുശലം പറഞ്ഞ് ജീവിക്കുന്ന പുരുഷന്മാർ ഈ ഉമ്മത്തിൽ വ്യാപിക്കുന്നുണ്ട്. നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിനെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. റസൂലുള്ളാഹിന്റെ ഖൽബ് പൊട്ടിക്കരുത്. അതൈതു ഇലൈക യാ സനദി വ അൻത ഖീറതി ലിഗദി ശഫീഅൽ ഖൽഖി ഖുദ് ബിയദി വകുൽ ഗൗസി റസൂലല്ലാഹ്. അല്ലാഹു തആല അവിടുത്തെ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദദ് നമുക്ക് നൽകുമാറാവട്ടെ. ഞാനിപ്പോ സാധാരണക്കാരായ പിതാക്കളിന്റെ അനുജന്മാർ, ഉമ്മപെങ്ങന്മാരുള്ളത് കൊണ്ട് ഈ സമയം ഒന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നതാണ്. ലോകത്ത് എന്ത് കൊടുത്താലും കിട്ടാത്ത 2 മുത്തുകൾ ഒന്ന് ഉമ്മയും വാപ്പയുമാണ് എങ്കിൽ, പ്രിയപ്പെട്ട അനുജന്മാരെ, ചെറുപ്പക്കാരായ കുട്ടികളോട് ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു. സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു, ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറഞ്ഞു, മോനെ, ഈ ഉപ്പാക്ക് വല്ലാത്തൊരാഗ്രഹമുണ്ട്, മോനത് സാധിപ്പിച്ചു തരൂ ഉപ്പാ. എന്താണ്? ആ പാറക്കല്ല് വലിച്ചു കൊണ്ടുപോവാ എന്ന് പറഞ്ഞാൽ പോയി നോക്കും, വാപ്പ പറഞ്ഞാൽ ഞാൻ തട്ടൂല, എന്ത് പറഞ്ഞാൽ ഞാൻ ചെയ്യും. മോനെ, മോനെ, എനിക്ക് ആ പാറയെ വേറൊരു ആഗ്രഹമില്ല. എന്റെ കുട്ടി സ്വർഗത്തിൽ പോയിട്ട് ഈ വാപ്പ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും എനിക്ക് കൊണ്ടുവരുമോ? അല്ലാഹ്, കാരവന്മാരെ വാപ്പാക്കത്തൊരു മോൻ. കുട്ടി പറയ, ഉപ്പാ, സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വരേണ്ട കുറച്ച് സമയം പിടിക്കും കേട്ടാ. അല്ലാഹു സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു വിട്ടു. ആ കുട്ടി ഓടുകയാണ്. മഹാനവറുകൾ എവിടത്തേക്കാണ് എന്റെ മോൻ ഓടുന്നത്? നോക്കുമ്പോൾ സ്വന്തം വീട്ടിലേക്കാണ്. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്ന ഉമ്മയുടെ ചാരത്ത് ഓടിയെത്തിയിട്ട്, ഉമ്മ, ആ കാലൊന്ന് പൊക്കട്ടെ ഉമ്മ. മോനെ, എന്തിനാണ്? ഉപ്പാക്കും നിനക്കും ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയല്ലേ. ഉമ്മ കാലൊന്ന് പൊക്കിയാലും. സഹോദരങ്ങളെ, കാല് ഉമ്മ പൊക്കി. അവിടുന്ന് ധരിച്ച ചെരുപ്പിന്റെ ചുവട്ടിൽ അല്പം മണ്ണുണ്ട്. ആ മണ്ണ് കുട്ടി കൈകൊണ്ട് വടിച്ചെടുത്തിട്ട് ഒരു പേപ്പർ ഇട്ട് ചുരുട്ടി ഓടി വന്ന്, ഉപ്പാ, ഹാദാ തുറാബും മിൻ തുറാബിൽ ജന്ന, സ്വർഗത്തിലെ മണ്ണാണ് ഉപ്പാ. സ്വർഗത്തിൽ പോയപ്പോൾ എനിക്ക് കുറച്ച് മണ്ണ് കിട്ടി, അത് ഞാൻ എന്റെ വാപ്പാക്ക് കൊണ്ടുവന്നതാണ്. ലുഖ്മാൻ റളിയല്ലാഹു അൻഹു കണ്ണുനീരോടുകൂടെ, മിൻ ഐന ജിഅത ബിഹി, മോനെ, ഏത് സ്വർഗത്തിൽ നിന്നാണ്? ആ കുട്ടി പറഞ്ഞു, ഉപ്പാ, മിൻ തഹ്തി ഖദമി ഉമ്മി, വാപ്പ എന്നോട് സ്വർഗത്തിൽ പോകാൻ പറഞ്ഞു. ഉപ്പാ, ഭൂമിയിലെ എന്റെ സ്വർഗം എന്റെ ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലല്ലേ. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് കുറച്ച് മണ്ണ് കിട്ടി, ഞാൻ ആ മണ്ണുമായി വന്നതാണ്. മഹാനവറുകൾ കണ്ണീരൊടുക്കിക്കൊണ്ട്, മോനെ, വാപ്പയുടെ കാല് സ്വർഗമാണെന്ന് ഉറപ്പിച്ച കരളെ, ഉമ്മയുടെ കാല് സ്വർഗമാണെന്ന് ഉറപ്പിച്ച മോനെ, ഈ ഉപ്പയുടെ കാലോ അൽ വാലിദാരി ബാബാരി മിൻ അബ്വാബിൽ ജന്ന. സ്വർഗത്തിൽ പോകുമ്പോൾ 2 വാതിൽ കാണും. മോനെ, ഒന്ന് നിന്റെ ഉമ്മയാ, മറ്റൊന്ന് ഞാനാണ്. മോനെ, ഈ വാപ്പയുമാണ്.
ഉമ്മയുടെ കാല് സ്വർഗമാണെന്ന് ഉറപ്പിച്ച മോനെ, ഈ വാപ്പയുടെ കാലും സ്വർഗമാണെന്ന് ഉറപ്പിക്കണം. ഇത് ലുക്മാൻ തങ്ങൾ വിവരിച്ചു കൊടുക്കുന്നുവെങ്കിൽ എന്റെ കുട്ടികളോട്, അനുജന്മാരോട് ഓർമ്മപ്പെടുത്തുന്നു, മക്കളെ, ഈ യുഗം മാതാപിതാക്കളെ മറക്കുന്നൊരു ചുറ്റുപാടാണ്. ഞാൻ എന്റെ മക്കളോട്, ദീൻ പഠിക്കുന്ന എന്റെ മുത്തഅല്ലിമീങ്ങളോട് ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ മോനെ. എന്ത് പറഞ്ഞാലും ഞാൻ ഉസ്താദ് വലിയ മുവഫഖീങ്ങളായ ശൈഖുനടക്കം, അഹ്സൻ ഉസ്താദ് അടക്കം വലിയ മുവഫഖീങ്ങളായ വലിയ തഹഖീഖുള്ള പണ്ഡിത മുത്തുകളാണ് ഇരിക്കുന്നത്. ഞാൻ അവരെത്തി അഹ്സൻ ഉസ്താദ് കാണാൻ ചെയ്യുന്ന പറയുകയാണെങ്കിലും ബഹുമാനപ്പെട്ട വഹാബ് ഉസ്താദിന്റെ ഉസ്താദ് കൂടിയാ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത് എന്റെ നല്ലവരായ പ്രിയപ്പെട്ട ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളെ, കുട്ടികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുക, എന്താണെങ്കിലും വിജയം ഉമ്മ ഉപ്പ നമ്മുടെ ഗുരുനാഥന്മാർ. ഞാൻ ഈ മക്കളെ ഇരുത്തിക്കൊണ്ട് ധാരാളം കുട്ടികൾ ഇവിടെ നിന്ന് നാളെ ഇറങ്ങുന്നുമുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനൊരു ഉപദേശിക്കുകയല്ല, ഉസ്താദുമാരുടെ പൊരുത്തത്തോടു കൂടെ രണ്ട് വാക്യം പറയുകയാണ്. നിങ്ങളുടെ അഭിമന്യ ഗുരുനാഥന്മാരുടെ അരികിൽ വെച്ച് ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഓ എന്റെ കുട്ടികളെ, ഇൻഷാ അല്ലാഹ് ഉമ്മ ഉപ്പ അതിലേറെ വലുതാണ് നമ്മുടെ ഗുരുനാഥന്മാർ. പഴമക്കാര് പറയും 3 സാധനം കെട്ടാ, സമയം കഴിഞ്ഞാൽ എന്താ ചെയ്യാ, 3 സാധനം കെട്ടാ ഒന്നിനും പറ്റൂല. നമ്മുടെ കൊല്ലം ജില്ലയിലൊക്കെ അങ്ങനൊക്കെ പറയാറുണ്ടാ. ഒന്ന് കോടിമുട്ട കെടുക, കോടിമുട്ട കെട്ടാ വലിച്ചെറിയല്ലേ ചെയ്യാ. മറ്റൊന്ന് കുമ്പളങ്ങ കെടുക, കുമ്പളങ്ങ വലിച്ചെറി. മൂന്നാമത്തൊന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്റെ കുട്ടികളെ ഒരു വാക്യത്ത്. സാധാരണ ഞങ്ങളൊക്കെ പറയാറുണ്ട്, എന്റെ പ്രായത്തിലുള്ള ഒരു സഹോദരൻ അപാര കഴിവുള്ള ആളാണ്. പേര് പറഞ്ഞാൽ ചിലപ്പോൾ അഹ്സൻസ്ഥാനൊക്കെ അറിയാൻ സാധ്യതയുണ്ട്. അപാര കഴിവുള്ള ഒരാളാണ്. കഴിവെന്ന് പറഞ്ഞാല് അയാളൊരു കമ്പ്യൂട്ടറാണ്. ആ മനുഷ്യൻ 3 മണിക്കൂർ ക്ലാസ് കേട്ട് അതുപോലെ എടുക്കും. എനിക്ക് പരിചയമുള്ള ആളാണ്, എന്റെ കൂട്ടുകാരനാണ്, ആഖിറത്തിലേക്കുള്ള സഹോദരനാണ്. അയാള് കോളേജ് വിട്ടിട്ട് ഒരു കൊല്ലായപ്പോഴേക്കും 10ഓളം പള്ളികൾ ജോലി ചെയ്തു. മക്കളെ, നിങ്ങളൊക്കെ താല്പര്യം എന്താ? ഒരു കൊല്ലം 10 സ്ഥലത്ത് ജോലി ചെയ്യലാണ് നല്ലത്? മോനെ ചോട്ടക്കുട്ടി, 10 കൊല്ലം ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ നല്ലത്? ചിലപ്പോ ചില കുട്ടികൾക്ക് തോന്നും, ഉസ്താദെ ഒരു കൊല്ലം 10 സ്ഥലത്ത് 10 അട്ടിപ്പാത്രം കൊണ്ടുവിടെ എന്നല്ലേ. അതല്ല മക്കളെ, അത് ശരിയല്ല. 10 കൊല്ലം ഒരു സ്ഥലത്ത് ജോലി ചെയ്യുക, അത് വല്ലാത്ത അനുഗ്രഹം അല്ലേ? അജരെ അങ്ങനെ തന്നെ അല്ലേ? കണ്ണടച്ച അജരെ അങ്ങനത്തെ യാഥാർത്ഥ്യമല്ലത്. ഒരു കൊല്ലം 10 കൊല്ലം ഒരു സ്ഥലത്ത്. ഇയാള് ഒരു കൊല്ലപ്പോഴേക്കും 10 സ്ഥലത്താ ജോലി ചെയ്ത്. അപ്പൊ ഞാൻ അയാളെ കണ്ടപ്പോ പറഞ്ഞു, നിങ്ങൾ എന്തൊരു മനുഷ്യനാ, മോളിങ്ങനെ ചാടിച്ചാടി നടക്കുന്നേ. അപ്പൊ ഇയാൾ എന്നോട് പറയാ, സലാം മുസ്ലിയാരെ, ഞാൻ എവിടെയൊന്നും ചെയ്തിട്ടില്ല. എന്തോ ഒരു മാസമായ ഒന്നുകിൽ കമ്മിറ്റിക്കാർക്ക് വെറുപ്പ്, അല്ലെങ്കിൽ നാട്ടുകാർക്ക് വെറുപ്പ്. ഞാൻ നല്ല പ്രഭാഷകനാണ്, നല്ല വായിലാണ്, നല്ല എഴുത്തുകാരാണ്. എന്ത് എഴുത്തുകാരാണെന്നറിയാം. പക്ഷെ അയാൾ എന്നോട് പറയാ, ഞാനൊന്ന് എന്തോ പെട്ടെന്ന് ആ മഹലിൽ ആർക്കെങ്കിലും ഒരു വെറുപ്പുണ്ടാവും. അപ്പൊ എന്നോട് പോകാൻ പറയും, ഞാൻ പോകും. എന്നിട്ട് എന്നോട് ഇയാൾ പറഞ്ഞു, ഞാൻ ഉസ്താദ്മാരൊക്കെ ഇരുത്തി പറയാം, ഉസ്താദിനിടയ്ക്ക് ഇരുത്തി ഞാൻ പറയട്ടെ. എന്നോട് അയാൾ പറയാ, ഞാനൊരു വിസക്ക് കൊടുത്തിട്ടുണ്ട്, ഗൾഫ് പോകാണ്, നല്ലൊരു മുദരിസ് കൂടിയാണ്. അപ്പൊ ഞാൻ ഗൾഫ് പോകാണ്. ഓ, മനസ്സൊന്ന് പതറിയട്ടാ. അങ്ങനെ 1.5 കൊല്ലം കഴിഞ്ഞ അയാൾ വന്നപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ ദർസും വഅദൊക്കെ മുടക്കിയിട്ട് അറബികളെ ഡാഷ് എന്നൊക്കെ കളിയാക്കല്ലോ അജരെ? അങ്ങനെ പറഞ്ഞപ്പോ ഇയാൾ പറഞ്ഞു, അൽഹംദുലില്ലാ, കുതുബ് ഖാനയിൽ കിതാബ് എടുത്ത് കൊടുക്കണ പണി എനിക്ക്, അൽഹംദുലില്ലാ. ഞാനും പറഞ്ഞു, അയാളും പറഞ്ഞു. ആ ഷഅബാനിൽ ഞാൻ ഗൾഫിൽ പോയി. ഞാൻ പ്രവർത്തകനോട് അങ്ങനെ യാത്ര ചെയ്യുമ്പോ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട്, മുത്തഅല്ലിമീങ്ങളോട്, എൻ്റെ കൊച്ചനുജന്മാരും എൻ്റെ കുട്ടികൾ എന്ന പ്രായത്തിലുള്ള മക്കളോട് ഞാൻ പറയാ, ആ ഒരു താടി വെച്ചൊരു മനുഷ്യനെ വഴിയിൽ പറഞ്ഞാൽ എനിക്ക് മൈക്കിലൂടെ പറയുമ്പോൾ വിഷമുണ്ട്. ബാത്റൂം അടിച്ചു വാരുന്ന ജോലി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ഞാൻ കണ്ടു. ഉടനെ ഞാൻ വാഹനം നിർത്തിച്ച്, എനിക്ക് പരിചയമുള്ള ആളെയാള് ചെന്നപ്പോ ആചാര്യ ഒരു പിടുത്തിയ മനുഷ്യൻ, ഈ വലിയൊരു ഉസ്താദ്. എൻ്റെ ഡ്രസ്സൊക്കെ ഒരു വഴിക്കായി, കാരണം അയാൾ ഡ്രസ്സ് അങ്ങനെ ആയിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, കുത്തുബ് ഖാനയിൽ കിതാബ് എടുത്തുകൊടുക്കുന്ന പണിയാന്നല്ല നിങ്ങൾ പറഞ്ഞു? അപ്പൊ എന്നോട് പറയാ, എൻ്റെ വേദന പറഞ്ഞു തീർത്തതാണ്. ഇവിടെ വന്നത് മുതൽ ഈ പണിയാണ്, വലിയൊരു ഓഫീസിലേക്ക് കൊണ്ടുവന്നതാ, കിട്ടിയ പണി ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മനുഷ്യ, എന്തോ ഒരു പന്തികേട് നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എപ്പോഴെങ്കിലും നിങ്ങളുടെ ഉമ്മാനെ കരയിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങളെ വാപ്പാനച്ചിന്റെ ഉപ്പ പാവ,
എൻ്റെ ഉപ്പയുടെ മുഖത്ത് ഞാൻ വിരൽ ചൂണ്ടിന്ന് വരെ സംസാരിച്ചിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളെ ദർസിൽ പഠിപ്പിച്ച ഉസ്താദുമാരെ നിങ്ങളെ കരയിപ്പിച്ചിട്ടുണ്ടായിരുന്നു? അപ്പം ഈ സഹോദരനോട് പറയാ, ഇല്ല, എൻ്റെ ഉസ്താദുമാർ അവരാണ് എൻ്റെ എല്ലാമെല്ലാം. ഒരൊറ്റ ഉസ്താദിനെ ഞാൻ കരയിപ്പിച്ചിട്ടില്ല. അപ്പം ഞാൻ ഒന്നുകൂടെ താഴോട്ട് പോയി, അജരെ മദർസിൽ പഠിപ്പിച്ച ഉസ്താദുമാരെ നിങ്ങൾ കരയിപ്പിച്ചിട്ടുണ്ടായിരുന്നു? അപ്പം ഇയാൾ എന്നോട് പറയാ, ഇല്ല സലാം മുസ്ലിയാരെയാണ്. അപ്പം ഞാൻ ഒന്നുകൂടെ താഴോട്ട് പോയി, നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് പല മാഷുമാരെ ടീച്ചർമാരെ ഞങ്ങൾ കരയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ മക്കളെ, ഈ വലിയൊരു മഹാൻ, ആ മനുഷ്യൻ ഫതഹയ്യറ, ഒരു മരം പോലെ തരിച്ചു നിൽക്കുക. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം എൻ്റെ ഒരു ടീച്ചറെ ഞാൻ കരയിപ്പിച്ചിട്ടുണ്ട്. ഒരു പൊട്ട് വെച്ച ഹൈന്ദവ സഹോദരിയെ, ഒരു ഹിന്ദു ടീച്ചറെ ഞാൻ കരയിപ്പിച്ചിട്ടുണ്ട്. അപ്പം ചോദിച്ചു, നിങ്ങൾ എന്താ ടീച്ചറെ പറഞ്ഞത്? എൻ്റെ ടീച്ചർ വെച്ച് തടിയുള്ള ടീച്ചറായിരുന്നു. അപ്പം എനിക്കന്ന് 5ാം ക്ലാസ് 10 വയസ്സല്ലേ ഉള്ളൂ. ടീച്ചർ ക്ലാസ് മുറിയിലേക്ക് റൂമിലേക്ക് വന്നപ്പോൾ ഞാൻ തടിച്ചീന്ന് വിളിച്ചു, തടിച്ച ടീച്ചർ. അപ്പോ എൻ്റെ ക്ലാസ് റൂമിലെ കുട്ടികളൊക്കെ ചിരിച്ചു, ടീച്ചർ എന്ന് കരഞ്ഞു. അന്ന് വൈകുന്നേരം വരെ ഒരൊറ്റ ക്ലാസ്സും ടീച്ചർ എടുത്തില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ആഹൃത്തേക്കുള്ള സഹോദരനാണ്, ഞാൻ ഉസ്താദിനെയും അതുപോലെ തന്നെ അശ്വസ്ഥാനക്ക് ഇരുത്തി പറയാ, ഞാൻ എൻ്റെ ആ സഹോദരന് പറഞ്ഞു, ആ ടീച്ചർ ജീവിച്ചിരിപ്പുണ്ടോ വിളിച്ച് ചോദിക്കണം നാട്ടിൽ. എന്നിട്ട് ഇവിടെയുള്ള ആളുകളോട് കൈ നീട്ടിയിട്ട് നാട്ടിൽ പോയി തിരിച്ചു വരാൻ ടിക്കറ്റ് നമുക്ക് എടുക്കാം. ആ ടീച്ചറെ വീട്ടുമുറ്റത്ത് ചെന്നിട്ട് അവിടുത്തെ മോനാണെന്ന് പറയണം നിങ്ങൾ. സംഭവം നിങ്ങളോട് പറയട്ടെ, സംഭവം ഒരുങ്ങി പോയി. നാട്ടിലെത്തിയ ടീച്ചർ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ വരാന്തിയിൽ ടീച്ചർ ഇരിക്കുന്നുണ്ട്. ഈ ടീച്ചറുടെ വീട്ടുമുറ്റത്ത് വരാന്തിയിൽ പോയിട്ട് നിലത്തിരുന്നിട്ട് ഈ മഹാൻ പറഞ്ഞു, അവിടുത്തെ മോനാണ്. ഞാൻ ഇങ്ങനെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ടീച്ചർ എന്താ പറഞ്ഞറിയോ? മോനെ, അതെന്റെ മനസ്സിൽ നിന്നും പോയിട്ടില്ല. അല്ലോ, പിന്നെ ആ മനുഷ്യന്റെ പണ്ട് തന്നെ തലയിൽ കൈവച്ചിട്ട് ആ ടീച്ചർ പറഞ്ഞു, ഇന്നു മുതൽ മോനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്നു. അന്നു മുതൽ എൻ്റെ കുട്ടികളെ ആ മനുഷ്യന്റെ തലയിൽ നിന്നൊരു ഭാരം പോയി. ഇന്ന് അയാൾ മുഖേന 10-200 ദാഴികളെ വളർത്തുന്നുണ്ട്. നോക്കി നിങ്ങൾ, ഒരു സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറെ കരയിപ്പിച്ചാൽ വാട്സപ്പ് ലോകമാണ്. എൻ്റെ കുട്ടികളെ ആർക്കെന്തു പറയാം. നമുക്കൊരു അക്ഷരം പഠിപ്പിച്ച ഒരു ഗുരുവിൻ്റെയും വേദന നമ്മൾ പറ്റരുത്. ഒരാളെയും വേദനിപ്പിക്കരുത്, ഒരാളെയും കരയിപ്പിക്കരുത്, ഒരാളെയും വിഷമിപ്പിക്കരുത്. ഈ ഭൂമിയിൽ ഒരൊറ്റ മനുഷ്യൻ നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കരയരുത്. ആ നിലക്ക് റാഹത്തോടെ മരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സജ്ജനങ്ങളിൽ സ്വാലിഹീങ്ങളിൽ അല്ലാഹു തആല നമ്മെ പെടുത്തുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്.